കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്സര. ഞാനൊക്കെ ആ സമയത്തിട്ട വീഡിയോയിൽ ടോപ്പ് 1 പറഞ്ഞിരുന്ന ആളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ 2-3 ആഴ്ചകളില് ഏറ്റവും മികച്ച പ്ലെയർ എന്നുള്ള ഇതിൽ നമ്മൾ ടോപ്പ് 1, 2, 3 ഒക്കെ ആയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് അപ്സര. ടോപ്പ് 5 ഉണ്ടാകുമെന്ന് തുടക്കത്തിൽ പ്രതീക്ഷിച്ച ആളാണ്. പക്ഷെ പിന്നെ അവസാനമൊക്കെ ആയപ്പോ അപ്സരയുടെ ഗെയിം വളരെ വീക്കായി. ഒരു ചെറിയ സർക്കിളിന്റെ ഉള്ളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. ഒരു ഗ്രൂപ്പിനകത്ത് പെട്ടുപോയി, ചില കൂട്ടുകളിൽ പെട്ടുപോയി. പിന്നെ ഓവർ കോൺഫിഡൻസ് വന്നുപോയി. അത് പ്രകടമാണ്. ഇന്നത്തെ അപ്സരയുടെ ആ ഒരു മറുപടിയിൽ തന്നെ നമുക്കറിയാം, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും കോൺഫിഡൻസ് കൂടെയുള്ള മറ്റു മത്സരാർത്ഥികളും വൈൽഡ് കാർഡുകളും ഒക്കെ അപ്സരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളിലും അപ്സര എപ്പോഴും ലാലേട്ടന്റെ അടുത്തു നിന്നാണെങ്കിൽ കൂടി ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ കോൺഫിഡൻസ് ലെവല് വളരെ മുകളിലായിരുന്നു. ആ ഓവർ കോൺഫിഡൻസും അപ്സരയുടെ ഗെയിമിന്റെ ഫോക്കസ് നഷ്ടമാവുന്നതിന് ഒരു കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ.